പയ്യന്നൂർ ഏരിയയിലേ വിരിച്ചിട്ടുള്ളൂ, ഏരിയയിൽ മാത്രം. ഈ 2 ഫണ്ടും അല്ലെ 3 ഫണ്ടും, തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏരിയയിലല്ല, മണ്ഡലത്തിൽ. മണ്ഡലം എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ പെരിങ്ങോം ഏരിയ ചേർന്നതാണ് പയ്യന്നൂർ മണ്ഡലം, 2 ഏരിയ. ഇതിനൊരു കൃത്യമായ കണക്ക് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാവില്ലേ? ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാവില്ല. ഈ ധനരാജ് ഫണ്ടും പിന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടും ഏരിയ കമ്മിറ്റിക്കാണുള്ളത്. ഏരിയ കമ്മിറ്റി അംഗീകരിക്കുന്ന കണക്ക് ജില്ലാ കമ്മിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇവരങ്ങോട്ട് കൊടുക്കുന്ന കണക്ക് മാത്രമേ അത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ ഒരു ഘട്ടത്തിന്റെ അകത്ത് കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിൽ പാർട്ടി ഏതെങ്കിലും ഒരു നടപടി വീണ്ടും എടുക്കുമെന്നൊരു ആശങ്കയുണ്ട്. അതായത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു തുറന്നെഴുത്ത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. എന്ത് നടപടി സ്വീകരിച്ചാലും എനിക്ക് ഒരു ഭയവും ഇല്ല എന്ന് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം പറഞ്ഞൊരു കാര്യം, ചിലപ്പോൾ ഈ പുസ്തകം പുറത്തു വന്നാൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കാം എന്നും ഞാൻ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം അടുത്ത ആഴ്ച ജനങ്ങളുടെ കയ്യിലെത്തും. ഈ ഫണ്ട് ക്രമക്കേടിൽ ടി.ഐ. മധുസൂദനൻ ഇടപെട്ടത് എങ്ങനെയാണ്? അദ്ദേഹം ഇതിൽ എന്തെങ്കിലും പങ്കുപറ്റിയിട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടിൽ വലിയ ഭാഗം പിരിക്കുന്നത് ടി.ഐ. മധുസൂദനാണ്. അതിലാണ് കൃത്രിമം നടത്തിയത്. ഒന്ന്, ഫണ്ട് പിരിച്ച റെസീറ്റ് മാറ്റിവെച്ച് കാണാതായി എന്ന് പറഞ്ഞ് വ്യാജ റെസീറ്റ് സൊസൈറ്റി പ്രസിന്റെ പേരിൽ മറ്റൊരു സ്വകാര്യ പ്രസിൽ നിന്ന് വ്യാജ റെസീറ്റ് അച്ചടിച്ച് അതിൽ പുതുതായി റെസീറ്റ് മുറിച്ചപ്പോൾ നേരത്തെ മുറിച്ച അത്രയും റെസീറ്റ് ഇതിൽ മുറിക്കുന്നില്ല. ടി.ഐ. മധുസൂദനെതിരെ ഞാൻ നിരന്തരമായി പരാതി പറഞ്ഞിട്ടേയില്ല. ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കകത്തുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ടി.ഐ. മധുസൂദനെതിരെ, ടി.ഐ. മധുസൂദൻ ഒറ്റക്കാണ് ഇത് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല. ഇതിൽ മറ്റു ചിലരുണ്ട്. അത് നടപടി പാർട്ടി എടുത്തിട്ടുണ്ടല്ലോ, അതിൽ വ്യക്തമാണല്ലോ. ആസൂത്രണം നടന്നിട്ടുണ്ടാവണ്ടേ? ഒന്നിൽ കൂടുതൽ പേര് ചേർന്ന് നടത്തുമ്പോൾ സാധാരണഗതിയിൽ ആസൂത്രണം നടന്നിട്ടുണ്ടാവണ്ടേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് നമ്മളിങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ടി.ഐ. മധുസൂദനൻ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ, നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ആൾക്കാർ, അവർക്കൊക്കെ പ്രത്യക്ഷമായിട്ട് ഇത്ര വലിയ അത് അവരുടെ സ്വത്തിനകത്ത് അല്ലെങ്കിൽ ഏതും കാര്യങ്ങളിൽ വർധനമുണ്ടായി എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ തെളിവ് എന്നുള്ള രീതിയിൽ ഹാജരാക്കാൻ പല പ്രയാസങ്ങളുണ്ട്. പലരും പറയുന്ന ബിനാമി വ്യാപാരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ തെളിവുണ്ടാണ്ടേ? തെളിവില്ലാതെ ഒരു കാര്യം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. ഇ പി ജയരാജൻ RSS നേതാവ് ജാവദേക്കർ വന്ന് കണ്ടത് എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. കേരളത്തിൽ CPMന്റെ നേതാവ് എന്നുള്ള രീതിയിൽ ഇ പി ജയരാജനെ മാത്രമേ അയാൾ വന്ന് കണ്ടുള്ളൂ. അത് കാണാൻ എന്താ കാരണം എന്നുള്ളതാണ് ഒരു ഘടകം. അപ്പം അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പറഞ്ഞു കേൾക്കുന്ന കാര്യം ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരാലോചനയും പാർട്ടി നടത്തിയിട്ടില്ല. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി നടപടിയെ എന്തായാലും താങ്കൾക്ക് മുന്നിൽ ഉണ്ടാകും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഭയവുമില്ല. ഭയക്കണമെന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പാർട്ടിയെ ഭയക്കണം എന്ന് പറയുന്നത്? പാർട്ടിയെ ഭയക്കണം എന്നല്ല, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ചില ആക്രമണത്തിനോ മറ്റൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഭയവുമില്ല. അതറിയില്ല. പയ്യന്നൂരിന്റെ ജനകീയ MLA എന്നാണ് നമ്മൾ ടി.ഐ. മധുസൂദനെ പറയാം. അപ്പം ആ ജനകീയ MLAയുടെ മുഖമാണോ ഇന്ന് അദ്ദേഹം തുറന്നു കാണിച്ചത്? അത് ഏത് MLA ആയാലും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. പയ്യന്നൂരിന്റെ ജനകീയ MLA എന്നുള്ളതാണ്. കഴിഞ്ഞ ഫണ്ട് വിവാദം നടക്കുമ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് ഒരു അഭിമുഖം ടി.ഐ. മധുസൂദൻ തന്നിരുന്നു. അതിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്.
പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ ആ അഭിമുഖം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ് നിങ്ങളോട് പരസ്യമായി മധു പ്രതികരിച്ചത്. ഇന്നേ വരെ അങ്ങനെ ഒരു വിഷയം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ സന്നദ്ധമായിട്ടില്ല. ശത്രുക്കളുണ്ട് എങ്കിൽ പാർട്ടി സഹാക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ലല്ലോ. ആരാണ് ശത്രു എന്നത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതക്ക് എന്താണ് കാരണമെന്ന് ചർച്ച ചെയ്താൽ മാത്രമല്ലേ പരിഹരിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞതല്ലാതെ ഇന്നേ വരെ അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്യാൻ സഖാവ് തയ്യാറായിട്ടില്ല. ഒരു കാര്യം കൂടി, ഇത് നേരത്തെ നമ്മൾ എം വി ഗോവിന്ദന്റെ അടുത്തും കോടിയേരിയുടെ അടുത്തും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എം പി ഗോവിന്ദ മാഷടുത്ത് ഉന്നയിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നീട് മറ്റു കാര്യങ്ങൾ അല്ല, ഞാൻ എന്നെ പാർട്ടിക്ക് വേണ്ടതെന്നുള്ള ഒറ്റ ചോദ്യം ഗോവിന്ദ മാഷോട് ഞാൻ ചോദിച്ചിട്ടു. ഈ വിവരങ്ങൾ പിണറായിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ ഇതിൽ ഏഷ്യാനെറ്റിൽ കൊടുത്ത അതിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിണറായിക്ക് അതറിയാം. പിണറായിക്ക് അറിയാമെന്നതിന് എൻ്റെ മുമ്പിൽ തെളിവുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അല്ല, പിണറായി തരത്തിൽ ഇതിനകത്ത് കൃഷ്ണനെ ഇല്ല 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 ഇല്ല. അതിൽ അദ്ദേഹത്തിന്റേതായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണോ? അദ്ദേഹത്തിന് ചെയ്യാലോ. അദ്ദേഹം അല്ല, സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറിയാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ നേതാക്കന്മാരും കയറി ഇടപെടുന്ന ഒരു രീതി ഈ പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടി സെക്രട്ടറിയും പാർട്ടി കമ്മിറ്റിയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി. ഇത്തരം വിഷയങ്ങൾ പാർട്ടി വേദികളിൽ പറഞ്ഞ് പാർട്ടിയെ തിരുത്തിക്കുക എന്നുള്ളതല്ലേ സാധാരണ പാർട്ടിയുടെ കീഴ്വഴക്കം? അതല്ല ഇത്രയും വർഷം ചെയ്തത്. ഇത്രയും വർഷം ചെയ്തത് അതാണ്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വരുമ്പോഴാണ് അത് പ്രയോജനമില്ല എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം തന്നെ അതിൽ മനഃപൂർവ്വം അത് അവഗണിക്കുന്നു എന്നാണോ അതിനർത്ഥം? അല്ല, നേതൃത്വം കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ആക്ഷേപം. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ആക്ഷേപം. അങ്ങനെ ശ്രമിക്കണമെങ്കിൽ നേതൃത്വത്തിൽ ആരെങ്കിലും ഇതിൽ പങ്കുണ്ടാവും? അതെനിക്കറിയില്ല. കമ്മിറ്റിക്ക് പുറത്തുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം കൂടി ഇതിനകത്ത് ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ്? അതെനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാനങ്ങനെ പറയല്. എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഇവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് നിങ്ങളെ ഈ വിഷയങ്ങൾ നടന്നതിന് ശേഷം ഏരിയ സെക്രട്ടറി ആയിട്ട് ടി വി രാജേഷ് വന്നിരുന്നു. ടി വി രാജേഷിന്റെ അതെന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ടി വി രാജേഷിനെ സെക്രട്ടറി ആയി കൊണ്ടുവന്നത്. ടി വി രാജേഷിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? ടി വി രാജേഷിനെ കൊണ്ടുവരാൻ ജില്ലാ നേതൃത്വം പറഞ്ഞ കാരണം കൂടുതൽ ഐക്യമുണ്ടാക്കാൻ എന്നതാണ്. പക്ഷേ ടി വി രാജേഷ് പോകുമ്പോൾ പയ്യന്നൂർ പാർട്ടിയിൽ കൂടുതൽ ഐക്യമുണ്ടാക്കി എന്ന അഭിപ്രായം എനക്കടക്കം ആർക്കുമില്ല. ടി വി രാജേഷ് ഉൾപ്പെടുന്ന രണ്ടംഗ അന്വേഷണ സമിതിയെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചിരുന്നത്. എന്നിട്ട് എന്തായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. പാർട്ടിയുടെ ഒരു കാശും നഷ്ടപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി ഒരാളും ഒരു കാശും എടുത്തിട്ടുമില്ല. ഇതായിരുന്നു ആ കമ്മീഷന്റെ നിഗമനം. ഇല്ല, കാരണം ഈ 3 കണക്കും ഞാൻ കൃത്യമായി പരിശോധിച്ച ആളാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വർഷക്കാലം ഇന്റേണൽ ഓഡിറ്ററായി വർക്ക് ചെയ്തിട്ട് ഒരാൾ കൂടിയാണ്. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ 37 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ സീനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ ഏതാണ്ട് അവസാന കാലം വരെ, അതിന് കുറച്ച് മുമ്പ് വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇന്റേണൽ ഓഡിറ്റർ ജോലിയാണ് ചെയ്തത്. ആ സ്ഥാപനത്തിൽ പലരുടെ പേരിൽ നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ താങ്കളെ സൂക്ഷിക്കാൻ ആരെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്നോട് ശ്രമിക്കുന്നുണ്ടോ? അതാണോ ഇപ്പം അങ്ങനെ ഒരു തുറന്ന പറച്ചിലിന് കാരണമായത്? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ 2 കാര്യത്തിന് കമ്മീഷനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അതെൻ്റെ ഒരനുഭവം. 2, ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ച നേരത്തെ പറഞ്ഞ ഇ പി ജയരാജൻ മറ്റേ വസ്തു, പയ്യന്നൂർ വസ്തു, ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അതിലും
എൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാനാണ് സന്നദ്ധമായത്. അത് ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, അത് പാർട്ടി സംഘടന അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം എന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത്. ഈ പയ്യന്നൂരിലെ പാർട്ടിയിൽ താങ്കൾക്ക് മാത്രമാണോ ഇങ്ങനെ അഭിപ്രായമുള്ളത്? മറ്റാർക്കെങ്കിലും ഇത് ഒരുപടി ആളുകൾക്കുണ്ട്, ഒരുപടി ആളുകൾക്കുണ്ട്. അവരത് പരസ്യമായി പറയാത്തതാണോ? പരസ്യമായി അവർ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. അതല്ലേ പറഞ്ഞത്, എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് വന്ന് അത് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ 17 പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞവരാണ്. പക്ഷെ മാറ്റി. അങ്ങനെ മാറ്റിയതിലുള്ള ഒരു മാനസിക വിഷമമാണോ താങ്കൾക്ക്? മാനസിക വിഷമമൊന്നുമില്ലാന്ന്. പാർട്ടി ചുമതല എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ തീരുമാനിക്കുന്നതിനെടുക്കും, ചിലപ്പോൾ അത് ഒഴിവാക്കപ്പെടും. അതിലൊന്നും മാനസിക പ്രയാസമൊന്നും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല, എന്നെക്കൊണ്ടില്ല എന്തായാലും. പാർട്ടി എന്ത് നടപടിയും സ്വീകരിച്ചേക്കും എന്നുള്ളൊരു അഭിപ്രായം ശട്ടം പറഞ്ഞു. ഞാൻ ഈ പുസ്തകം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുൻപ് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന്റെ അകത്ത് നിന്ന് ഒഴിവാകാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ശട്ടം നടത്തിയേക്കും? സ്വയം ഒഴിഞ്ഞു പോകാനാ? ഇല്ല ഇല്ല. അല്ല, അത് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യം തീരുമാനമെടുത്തപ്പോൾ തൽക്കാലം മാറിയിരുന്നു. ഒരു 8 മാസം ഞാൻ ഒരു പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സംസാരിച്ച് അത് ചോദിച്ചാൽ കിട്ടൂല്ലോ. പിന്നെ കിട്ടാത്ത കാര്യത്തിന് ചോദിച്ചിട്ട് എന്ത് പ്രയോജനം? ഇല്ല. പാർട്ടിയിലപ്പോൾ ഒരു വിപ്ലവമാണ് താങ്കൾ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ വിപ്ലവം എന്നൊന്നും പറയണ്ട.